ഗൈസ് നിങ്ങൾക്ക് രണ്ട് രീതി സെറ്റ് ചെയ്ത രണ്ട് മൂന്നിലേ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഐറ്റം. നമ്മുടെ ടേബിളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റിയത്. ഇതേപോലെ ഹാങ് ചെയ്തിടാൻ പറ്റിയ രീതിയിൽ. അപ്പോൾ ഇതേപോലത്തെ മൂന്നിനൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. എന്നാലും ഇന്ന് നമ്മളൊന്നും ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് നമ്മുടെ ബലൂൺ ഒന്ന് വീർപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് ഒരു ഫെവിക്കോൾ എടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. പിന്നെ നമ്മുടെ പാത്രത്തിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് ഫെവിക്കോൾ വെള്ളത്തിലെടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഫെവിക്കോളിൻ്റെ സാധാരണ ഉള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം. അതിനാണ് ഇപ്പോൾ വെള്ളമായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീർപ്പിച്ചെടുത്ത് നമ്മുടെ ഈ ഒരു ബലൂണിൻ്റെ പുറത്തേക്ക് നമ്മളിപ്പോൾ ലൂസാക്കിയിട്ട് നമ്മുടെ ഈ ഒരു പശ നമുക്കൊന്ന് കുറേശ്ശെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി നമ്മൾ ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു കഷ്ണം എടുത്തതിന് ശേഷം നമുക്ക് നമ്മളിപ്പോൾ തേച്ച പശയുടെ പുറത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെച്ചെടുക്കാം. അതിനുശേഷം അതിൻ്റെ പുറത്തേക്ക് നമുക്ക് നമ്മുടെ ഒരു പശ പതിയെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതേപോലെ നമുക്ക് കുറേശ്ശെ ഓരോ ടിഷ്യൂ പേപ്പറായിട്ട് എടുത്ത് നമുക്കിൻ്റെ ബലൂൺ മുഴുവനും ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കവർ ചെയ്തെടുക്കാം. ഞാനിത് ഇപ്പോൾ മുഴുവനായിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മുഴുവനായി ഒരു പോളിഷ് ആവുന്ന രീതിയിൽ വെക്കരുത്. കുറച്ചൊക്കെ ഒന്ന് റഫായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇത് നമുക്ക് ഇതേപോലെയുള്ള ചെറിയ ചെറിയ പീസുകളാക്കി ഇതിൻ്റെ പുറത്ത് രണ്ടാമത്തെ ലെയർ ഒട്ടിച്ചെടുക്കാം. അവസാനത്തെ നമ്മളെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതോടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംഭവം റെഡിയാവും. അപ്പോൾ നമ്മുടെ പണി മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 2 ലെയറും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം കട്ടിയുണ്ട്. നമ്മൾ കുറച്ച് കട്ടി എന്തായാലും വെച്ചിരിക്കണം. ഇതില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബലൂൺ മാറ്റുന്ന സമയത്ത് ആകെ ചുരുങ്ങി പോകും. അപ്പോൾ നമുക്ക് ഒരു മീഡിയം അളവിന് കട്ടി വേണം. പിന്നെ നമുക്ക് ഇത് ഉണങ്ങും വരെ ഒന്ന് വെയിലത്ത് തൂക്കിയിടാം. നമ്മുടെ ബലൂൺ ഉണങ്ങാൻ കുറച്ച് ടൈം പിടിക്കും. അതിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചന്ദ്രൻ ഇവിടെ നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ബലൂണിനെ ഒന്നെടുത്ത് മാറ്റണം. അതിനായിട്ട് ഇതുപോലെ ചെറിയൊരു പിന്നെടുത്തതിന് ശേഷം നമ്മുടെ ബലൂണിൻ്റെ ആ കാണുന്ന ഭാഗത്തോട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം. പിന്നിട്ട് കുത്തിയിട്ട് പെട്ടെന്ന് കാറ്റ് പോകണ ലക്ഷണമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു കത്രിക യൂസ് ചെയ്ത് അതിൻ്റെ പുറം ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് നോക്കാം. സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മുടെ ചന്ദ്രന്റെ രൂപമൊക്കെ ജസ്റ്റ് ഒന്ന് മാറി വരുന്നുണ്ട്. കുറച്ച് കട്ടി എന്തായാലും വെച്ചിരിക്കണം, ഇല്ലെങ്കിൽ ആകെ ചുരുങ്ങി പോകും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബലൂണ് അകത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു കമ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്തുനിന്ന് തള്ളിക്കെടുത്താൽ മതിയാവും. നമുക്ക് ഇത്രയും ഭാഗം നമുക്കൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം ഒന്ന് നിവർത്തിയെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് നിവർത്തില്ല. എന്തായാലും നമ്മുടെ ചന്ദ്രൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ മൂണിനെ 2 രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ 2 രീതി എങ്ങനെയാണെന്ന് നോക്കിയാലോ. അല്ലെങ്കിൽ ടേബിളിൽ അറേഞ്ച് ചെയ്യുന്ന വിധത്തിലോട്ടാക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബൾബിൻ്റെ കൂടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന വിധത്തിലോട്ട് ലൈറ്റൊക്കെ ഇട്ട് അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് 2 രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ മെത്തേഡിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഒരു 3 കഷ്ണം കാർഡ്ബോർഡാണ്. ഈ ഒരു നീളത്തിലുള്ള. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ വെച്ച് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കണം. അതിനുശേഷം ഈ ഒരു വി ഷേപ്പ് വരുന്ന വിധത്തിലോട്ടും നമുക്ക് നമ്മുടെ ഈ ഒരു 3 കാർഡ്ബോർഡും ഒന്ന് മടക്കിയെടുക്കണം. അതിനുശേഷം നമ്മുടെ ഈ ഒരു വി ഷേപ്പ് ഇങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റാപ്ലർ എടുത്ത് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചാലും മതിയാവും. ഇനി നമുക്ക് 2 ലെഗ് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഓരോ ലെഗ് തമ്മിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും വിധം നമുക്ക് ജോയിൻ്റ് ചെയ്യണം. അതിനായിട്ട് ചെറിയൊരു കഷ്ണം കാർഡ്ബോർഡിൻ്റെ ഒരു ഷീറ്റ് എടുത്തതിന് ശേഷം
ഇതേ രീതിയിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നല്ല ഫ്രീ ആയിട്ട് മൂവ് ആവും. അപ്പോൾ ഇത്രയും ഭാഗം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ ഒരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് എടുത്ത് കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ നമ്മൾ 2 ലെഗ് ചേർത്ത് വെച്ചതിന് ശേഷം ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഒട്ടിച്ചതിന് ശേഷം ഇതേ രീതിയിലൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗവും നമുക്ക് അതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ നല്ല രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ 3 ഇതിലോട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്ത് നോക്കാം. കണ്ടില്ലേ, പെർഫെക്റ്റ് ട്രിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ലൈറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതേപോലുള്ള ഒരു യെല്ലോ കളറ് ഫെയറി ലൈറ്റ് ആവശ്യമുണ്ട്. ഫെയറി ലൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു ബൾബ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഒരു ഹോൾഡറിൽ സെറ്റ് ചെയ്യാം. അതിനെക്കാട്ടും നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയത് ഈ ഫെയറി ലൈറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ലൈറ്റ് മുഴുവനായിട്ട് ഇതിന് ഉള്ളിലോട്ടേക്ക് കയറ്റിയെടുക്കണം. ഇനി അടുത്തതായിട്ട് നമ്മുടെ 5 വോൾട്ട് അഡാപ്റ്ററിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒരു കേബിൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 ലെഗും നമുക്ക് നമ്മുടെ ലൈറ്റിൻ്റെ 2 ലെഗിലോട്ടൊന്ന് കണക്ട് ചെയ്ത് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ 3ൻ്റെ ബാക്കി പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് അഡാപ്റ്ററിൽ കൊടുത്തിരിക്കാം. സ്റ്റാൻഡ് നമ്മുടെ 3 സെറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് നമ്മുടെ 3 ഓണാക്കി വെക്കാം. നമ്മുടെ 3 കൂടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പ്രതീക്ഷേനെ കാട്ടിയും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ 2ാമത്തെ മെത്തേഡ് നമ്മുടെ വാളിലേക്ക് ഒന്ന് ഹാങ് ചെയ്തിരുന്ന ആ ഒരു രീതിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബൾബ് കൃത്യം ഇറങ്ങിയിരിക്കുന്നതും നമുക്കൊരു ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കട്ടിയുള്ള ഒരു ത്രെഡ് എടുക്കാം. അതിനുശേഷം നമ്മുടെ ഒരു ഹോളിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ 2 ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡും ഒരു കെട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഈ 2 നൂലും നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. നമുക്കിത് നമ്മുടെ ഹോൾഡറിലോട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ചെറിയൊരു കമ്പി എടുത്ത് ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് വളച്ചെടുത്തിട്ടുണ്ട്. അതിപ്പോൾ നന്നായിട്ടൊന്ന് ഹാങ് ചെയ്തിരിക്കും. ഇത് നമ്മളൊരു ഹോൾഡറിൽ ഒരു ബൾബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചെടുക്കാം. കൊടുത്ത് നമുക്കത് ഈ ഒരു രീതിയിൽ ഒന്ന് വെച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ എടുത്ത നൂലിന് കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി, അതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റാവും. പിന്നെ നമുക്ക് നമ്മുടെ ചന്ദ്രനെ ഇരുട്ടത്തോട്ട് വെച്ചൊന്ന് നോക്കി നോക്കാം. ഏകദേശം നമ്മുടെ ചന്ദ്രനെ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.